വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലിവൻ വിത്ത് സജാസ്. ഇന്ന് ഈ ലിവൻ വിത്ത് സജാസ് എന്ന് പറയുന്ന വീഡിയോയിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ബിക്കോസ് ഒരു 1.5 ഇയറിന് ശേഷം ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് എൻ്റെ ഓൺ ലൈഫ് ജേർണി വിത്ത് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഒക്കെ ചേർത്തുകൊണ്ട് ഞാൻ എഴുതിയിട്ടുള്ള ദ ജേർണി ഓഫ് മിസ്സസ് കേരളയുടെ ബുക്ക് പ്രിൻ്റ് ചെയ്ത് ഫൈനലി എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓതർ കോപ്പിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്ത് തന്നെ ഈ ഒരു ബോക്സ് എനിക്ക് അൺബോക്സ് ചെയ്യണമെന്നുണ്ട്. നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് ഒരുപാട് കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ എഴുതിയ നമ്മുടെ ജീവിതകഥ അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അത് മറ്റൊരാൾക്ക് പ്രചോദനമാവാൻ വേണ്ടി എഴുതി ഈ ഒരു ബുക്ക് തുറക്കുമ്പോൾ വിത്ത് ലോട്ട് ഓഫ് ഇമോഷൻസ്, വിത്ത് ലോട്ട് ഓഫ് ഹാപ്പിനെസ്, വിത്ത് ലോട്ട് ഓഫ് പ്രൗഡാണ് ഞാൻ ഈ ബുക്ക്. ഈ ഒരു ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്യാം. നല്ല ബബിൾ ഷീറ്റിലൊക്കെ അവർ റാപ്പ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് ദ ജേർണി ഓഫ് മിസ്സസ് കേരള എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മൾ ഒരുപാട് ബുക്സ് നമ്മൾ കണ്ടുപോകുമ്പോൾ, നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയി വായിക്കുമ്പോൾ, നമ്മളുടെ ഒരു ലൈഫ് ജേർണി അത് വായിക്കുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ അത് കാണുമ്പോൾ കിട്ടുന്ന, ഞാനൊരു 100 ടൈംസ് എങ്കിലും ഇതിൽ വായിച്ചിട്ടുണ്ടാവും. ബിക്കോസ് ഇതിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ വളരെ ഇറ്റ്സ് എ ലോങ് പ്രോസസ്സ്. നമ്മൾ വിചാരിക്കുന്ന അത്ര തന്നെ ഈസി അല്ല ഒരു ബുക്ക് എഴുതുക എന്ന് പറയുന്നതെന്ന്. ആദ്യം ഞാനിത് എഴുതണം എന്ന് വിചാരിച്ചപ്പോൾ ഇത്രത്തോളം ഡീറ്റെയിലിങ്ങിലോട്ട് പോകണം എന്ന് വിചാരിച്ചില്ല. ജസ്റ്റ് ഒരു ബുക്ക് എഴുതണം. പക്ഷേ എഴുതി തുടങ്ങിയപ്പോൾ ഞാനും ഈ ബുക്കിനെ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങി, ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ റിവിഷൻസ്, എഡിറ്റിങ് അങ്ങനെയൊക്കെ കുറേ വായിച്ചു പോയിട്ടുള്ളൊരു ബുക്കാണ്. സോ ഫൈനലി ഐ എം വെരി പ്രൗഡ് ഇങ്ങനൊരു ബുക്ക് എഴുതിയതിൽ. ആസ് ആൻ ഓതർ എന്നുള്ളൊരു രീതിയിൽ ഇവിടെ ഒരു ന്യൂ ലേബൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ബുക്ക് വാങ്ങിക്കുക. ദ ജേർണി ഓഫ് മിസ്സസ് കേരള എന്ന് പറയുന്ന ഈ ബുക്ക്. സജ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കറിയായിരിക്കും. പക്ഷേ നിങ്ങൾ കാണുന്ന ഫ്രെയിമിലുള്ള കുറേ സന്തോഷങ്ങളുള്ള ഒരു മൊമെൻറ്റ്സ് മാത്രം. ബട്ട് ദിസ് ബുക്ക് ഈസ് ഓൾ അബൌട്ട് മീ.